അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൽമുൽ അറൂദിലെ 5ഓളം ബഹറുകൾ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി 6ാമത്തെ ബഹറാണ് നമുക്ക് പഠിക്കാനുള്ളത്. കിതാബിലേക്കൊന്ന് നോക്കുക. അസാദിസു അൽ ഹസ്ജു. ഓക്കെ, 6ാമത്തെ ബഹറിൻ്റെ പേര് ഹസ്ജ എന്നാണ്. അത് രൂപപ്പെടുന്ന ജുസ്ഉകളൊന്ന് ശ്രദ്ധിക്കുക. വ അജ്സാഉഹു മഫാഈലുൻ സിത്ത മറാത്തിൻ. ഓക്കെ, 6 പ്രാവശ്യം മഫാഈലുൻ എന്ന് പറയുന്നതാണ് ഹസ്ജ് എന്ന് പറയുന്ന ബഹറ്. ഓക്കെ, അപ്പോൾ മഫാഈലുൻ 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 എന്നുള്ളതാണ് ഹസ്ജ് എന്ന് പറയുന്ന ബഹറ് എന്നർത്ഥം. ഓക്കെ, ഇനി അതിനൊരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മജ്സൂഅത്തുൻ വുജൂബൻ. നിർബന്ധമായിട്ടും ഈ ബഹറ് എന്തായിരിക്കണം? മജ്സൂഅത്തായിരിക്കണം. മജ്സൂഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, അതിലുള്ള ആദ്യത്തെയും രണ്ടാമത്തെയും മിസ്റഇൻ്റെ അവസാനത്തെ ജുസ് കളയപ്പെട്ടതായിരിക്കുമെന്നർത്ഥം. ഓക്കെ, അപ്പോൾ മഫാഈലുൻ മഫാഈലുൻ, അടുത്ത മിസ്റഅ മഫാഈലുൻ മഫാഈലുൻ എന്നായിരിക്കും ഈ ബഹർ വരുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അതിൻ്റെ അറൂലും ദർബുകളുമെല്ലാം ഏതെല്ലാം രൂപത്തിൽ വരുമെന്ന് നോക്കാം. വ അറൂലുഹു വാഹിദത്തുൻ. അതിൻ്റെ അറൂല് ഒറ്റ രൂപത്തിലേ വരികയുള്ളൂ. ഓക്കെ, അറൂൽ എന്ന് പറഞ്ഞാൽ ആദ്യ മിസ്റഇലെ അവസാനത്തെ ജുസ് എന്നർത്ഥം. അത് ഒറ്റ രൂപത്തിലേ വരികയുള്ളൂ. അതുതന്നെ സ്വഹീഹത്തുൻ, അത് ശരിയായ ഒരു അറൂലായിരിക്കും. അതായത് അതിൽ മറ്റുള്ള നഖ്സോ അല്ലെങ്കിൽ സിയാദത്തോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അതിൽ ശരിയായ രൂപം തന്നെയായിരിക്കുമെന്നർത്ഥം. ഓക്കെ, വലഹ ലൊർബാനി. ഇങ്ങനെ വരുന്ന അറൂലിൽ, അതായത് യാതൊരു നഖ്സോ സിയാദത്തോ വരാത്ത അറൂലിനോടൊപ്പം വരുന്ന ലൊർബുകൾ 2 രൂപത്തിലാണ് വരുന്നത്. ഓക്കെ, അൽ അവ്വലു മിസ്ലുഹ. അതിലുള്ള ആദ്യത്തെ ലൊർബിൻ്റെ രൂപം മിസ്ലുഹ, അറൂലിനെ പോലെ തന്നെയാണ്. അതായത് സ്വഹീഹ് തന്നെയായിരിക്കും, യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല എന്നർത്ഥം. വ ബൈത്തുഹു. അതിൻ്റെ ബൈത്ത് എന്താണെന്ന് വെച്ചാൽ അഫാമിൻ ആലി ലൈലസ്സഹ്ബു ഫൽ അംലാഹു ഫൽ ഗംറു. ഓക്കെ എന്നുള്ളതാണ് അതിൻ്റെ ബൈത്ത്. ഓക്കെ, അതിനെ നമുക്കൊന്ന് തഖ്തീഅ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ അഫാമിൻ ആ, ഈ അഫാമിൻ ആ എന്നുള്ളതാണ് ആദ്യമായിട്ട് അവിടെ മഫാഈലുൻ എന്ന് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലിലൈലസ്സഹ് എന്നുള്ളതാണ് രണ്ടാമത്തെ മഫാഈലുൻ എന്ന് വരുന്നത്. ഓക്കെ, അതൊക്കെ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി വിവരിച്ചു പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബുഫൽ അംലാ എന്ന് വരെയുള്ള ഭാഗം, അതായിരിക്കും 3ാമത്തെ മഫാഈലുൻ എന്ന് വരുന്നത്. ഓക്കെ, ഇനി 4ാമത്തത് ഹുഫൽ ഗംറു എന്നുള്ളതായിരിക്കും അവസാനത്തെ മഫാഈലുൻ എന്ന് വരുന്നത്. അവിടെ ഗംറു എന്നതിന് ശേഷം റാഇന് ശേഷം ഒരു വാവ് കൂടി സങ്കല്പിച്ചാലേ അത് പൂർണ്ണമാവുകയുള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ അറൂല് സ്വഹീഹത്തായിട്ട് വരുന്ന ലൊർബിൻ്റെ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കി. ഇനി 2ാമത്തെ രൂപം അസാനി മഹദൂഫുൻ. ഇനി ലൊർബിൻ്റെ 2ാമത്തെ രൂപം മഹദൂഫായിരിക്കും. ഹദ്ഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇസ്ഖാത്തു സബബിൻ ഖഫീഫിൻ. ഓക്കെ, അതായത് അവസാനത്തിലുള്ള സബബ് ഖഫീഫ് കളയുന്നതിനെ കുറിച്ചാണ്. മഫാഈലുൻ എന്നുള്ളത് മഫാഇ എന്നായി ഫഊലുൻ എന്നുള്ള രൂപത്തിൽ വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഹദ്ഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹദ്ഫ് ബാധിച്ചിട്ടുള്ള ഹസ്ജ് എന്നുള്ള ബഹറിലെ ബൈത്താണ് എടുത്തത്. വമാ ലഹരി ലിബാഗില്ലൈ മിബില്ലഹരി ദലൂലി. ഓക്കെ, അത് നമുക്കൊന്ന് തഖ്തീഅ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് വമാ ലഹരി, ഈ വമാ ലഹരി എന്നുള്ളിടത്ത് നമുക്ക് പൂർണ്ണമായിട്ടും എന്ത് കാണാവുന്നതാണ്? മഫാഈലുൻ എന്ന് കാണാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ലിബാഗില്ലൈ എന്നുള്ളിടത്തും നമുക്ക് മഫാഈലുൻ എന്ന് കാണാവുന്നതാണ്. അതായത് അതിലുള്ള അറൂല് സ്വഹീഹത്താണ് എന്നർത്ഥം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മി ബില്ലഹിരിദ് എന്ന് വരെയുള്ള ഭാഗം, അതായത് സാക്കിനായിട്ടുള്ള ആ ദാല് കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഭാഗമായിരിക്കും മി ബില്ലഹിരിദ് എന്നുള്ളത് വരെയുള്ള ഭാഗത്ത് 3ാമത്തെ മഫാഈലുൻ എന്ന് നമുക്ക് കാണാം. ഇനി അവസാനത്തെ ദലൂലി എന്നുള്ളിടത്ത് ആ ലാമിന് ശേഷം ഒരു ചെറിയ യാ കൂടി നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ ദലൂലി എന്നുള്ളിടത്ത് നമുക്ക് ഫഊലുൻ എന്നുകൂടി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 2 തരത്തിലാണ് ഹസ്ജ് എന്നുള്ള ബഹർ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അറൂല് ഒറ്റ രൂപത്തിലേ വരികയുള്ളൂ, ലൊർബ് 2 രൂപത്തിൽ വരുമെന്നർത്ഥം. ഓക്കെ, ഏതായാലും അതിനുശേഷം ഒരു ചെറിയ
ഒരു വർക്ക് നിങ്ങൾക്കുണ്ട്. ഖത്തഉൽ ആതിയത വദ്കുർ മാ ഫീഹാ മിനസ് സിഹാഫ്. അതിന് താഴെ നമുക്ക് 2 ബൈത്തുകൾ കാണാം. ആ 2 ബൈത്തുകളും ഹസ്ജി എന്നുള്ള ബഹറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊന്ന് തഖ്തിഅ ചെയ്തിട്ട് അതിലുള്ള സിഹാഫ് എന്താണെന്ന് കണ്ടെത്താനാണ് ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ബൈത്ത് അദാകർ ജുലുസ്സഹ്മി ഫഅസ്ബഹത അഖാഹമ്മിൻ. ഓക്കെ. രണ്ടാമത്തത് അമിൻ റബിഇൻ മുഹീലിൻ തുബക്കി ഫിത്തുലൂലി. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ തഖ്തിഅ ചെയ്ത് നോക്കണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ. ഇനി ഏതായാലും അതിനും താഴെയായിട്ട് നമുക്ക് ഈ ഹസ്ജ് എന്നുള്ള ബഹറിൽ വരാവുന്ന സിഹാഫ് കൂടി കാണാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സിഹാഫ്, ഇവിടെ നൽകിയിരിക്കുന്ന സിഹാഫ് അറൂദിലോ ലൊർബിലോ വരാത്തതായിട്ടുള്ള സിഹാഫാണ്. അത് നിങ്ങൾക്ക് ആദ്യമേ അറിയാവുന്നതാണ്. ഏതായാലും അതിലുള്ള ഒരു സിഹാഫ് പറയുന്നത് ഖബ് എന്നുള്ളതാണ്. ഓക്കെ. ഖബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. ഹദ്ഫുൽ ഖാമിസി സാക്കിൻ. ഓക്കെ. 5ാമത്തെ സാക്കിനായിട്ട് വന്നിട്ടുള്ള ഹർഫിനെ കളയുന്നതിനെ കുറിച്ചാണ്. മഫാഇലുൻ എന്നുള്ളത് മഫാഇലുൻ എന്നാകുന്നതിനെ കുറിച്ചാണ് ഖബ് എന്ന് പറയുന്നത്. ഓക്കെ. ഏതായാലും അതിലുള്ള ബൈത്തൊന്ന് നോക്കാം. ഫഖുൽതു ലാ തഖഫ് ഷൈഅൻ ഫമാ അലൈക മിൻ ബഅസിൻ. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഫഖുൽതു ലാ എന്നുള്ളത് ഖബ് ബാധിച്ചിട്ടുള്ള മഫാഇലുൻ എന്നുള്ളതാണ്. അതായത് മഫാഇലുൻ എന്ന് മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ. അതിനുശേഷമുള്ള തഖഫ് ഷൈഅൻ എന്നുള്ളിടത്ത് പൂർണ്ണമായിട്ട് തന്നെ മഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. ഇനി അടുത്തത് ഫമാ അലൈ എന്നുള്ളിടത്ത് നമുക്ക് മഫാഇലുൻ എന്ന് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അവിടെ ഖബ് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള മിൻ ബഅസി എന്നുള്ളിടത്ത് പൂർണ്ണമായിട്ടും മഫാഇലുൻ എന്നു തന്നെ കാണാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ. അപ്പോൾ ഏതായാലും ഇവിടെ ഫഖുൽതു ലാ എന്നുള്ളിടത്തും ഫമാ അലൈ എന്നുള്ളിടത്തും മാത്രമാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ഖബ് എന്നുള്ള സിഹാഫ് വന്നിട്ടുള്ളത് എന്നർത്ഥം. ബാക്കിയുള്ളിടത്തൊക്കെ ശരിയാണ്. അതായത് അറൂദിലും ലൊർബിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നർത്ഥം. ഓക്കെ. ഇനി സിഹാഫിലെ രണ്ടാമത്തേത് പറയുന്നത് അൽ കഫു. കഫ് വന്നിട്ടുള്ള ഹസ്ജി എന്നുള്ള ബഹറാണ്. കഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഹദ്ഫു സാബിഇ സാക്കിൻ അല്ലേ, 7ാമത്തെ സാക്കിനായിട്ടുള്ള ഹർഫിനെ, അതായത് മഫാഇലുൻ എന്നുള്ളത് മഫാഇലു എന്നാകുന്ന രൂപമാണ് കഫ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിന് താഴെയുള്ള ബൈത്തൊന്ന് ശ്രദ്ധിക്കുക. ഫഹാദാനി യദൂദാനി വദാമിൻക സബിൻ യർമി. ഓക്കെ. അപ്പോൾ ഇവിടെ ഫഹാദാനി എന്നുള്ളിടത്ത് നമുക്ക് എന്ത് കാണാവുന്നതാണ്, മഫാഇലു എന്ന് കാണാവുന്നതാണ്. അവിടെ സാക്കിനായിട്ടുള്ള അവസാനത്തെ നൂനിനെ കാണാൻ സാധ്യമല്ല. യദൂദാനി എന്നുള്ളിടത്ത് ആ നൂനിന് ശേഷം നമ്മളൊരു യാ സങ്കല്പിക്കണം. അറൂലായതുകൊണ്ട്, ഒരു മിസ്രായിൻ്റെ അവസാനമായതുകൊണ്ട്, അതുകൊണ്ട് അവിടെ ഒരു സിഹാഫ് സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി രണ്ടാമത്തെ മിസ്രയിലും ഇതേ പ്രശ്നം കാണാം. വദാമിൻ ക എന്ന് വരെയുള്ള ഭാഗം, അതിൽ നമുക്ക് മഫാഇലു എന്ന് മാത്രമേ കാണാൻ സാധ്യമായിട്ടുള്ളൂ. അതിനുശേഷമുള്ള സബിൻ യർമി എന്നുള്ളിടത്ത് മഫാഇലുൻ എന്ന് പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്. ഏതായാലും ഇവിടെ ഫഹാദാനി എന്നതും എന്നുള്ളതുപോലെ വദാമിൻ ക എന്നുള്ളതിലും നമുക്ക് എന്ത് കാണാവുന്നതാണ്, കഫ് സംഭവിച്ചതായിട്ട്, സിഹാഫ് സംഭവിച്ചതായിട്ട് കാണാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ ബഹറായിട്ടുള്ള ഹസ്ജിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. ഇനി 7ാമത്തേതിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അസ്സാബിഉ അർ റജ്സു. 7ാമത്തെ ബഹർ റജ്സ് ആണ് എന്നർത്ഥം. വ അജ്സാഉഹു മുസ്തഫ്ഇലുൻ 6 മറാത്തിൻ. അതിൻ്റെ ജുസ്ഉകൾ എന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യം മുസ്തഫ്ഇലുൻ എന്ന് പറയുന്നതാണ്. ഓക്കെ. മുസ്തഫ്ഇലുൻ 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 എന്നായിരിക്കുമെന്നർത്ഥം. ഓക്കെ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള അൽഫിയയുടെ ബൈത്തുകളെല്ലാം ഈ ഒരു ജുസ്ഇലാണ് വന്നിട്ടുള്ളത്, ഈ ഒരു ബഹറിലാണ് വന്നിട്ടുള്ളത് എന്ന് കൂടെ നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ. ഏതായാലും ഈ ഒരു ബഹറിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള അറൂലുകളും നൊർബുകളുമാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത്. വ അരീലുഹു അർബഅത്തുൻ. ഓക്കെ. ഇതിലെ അറൂലുകൾ 4 രൂപത്തിൽ വരുന്നതാണ്. ആദ്യത്തെ മിസ്രയിലെ അവസാനത്തെ ജുസ് എന്നർത്ഥം. വളുർബുഹു ഖംസത്തുൻ. ഇതിനുള്ള ലൊർബുകൾ 5 രൂപത്തിൽ വരുന്നതാണ്. രണ്ടാമത്തെ മിസ്രയിലെ അവസാനത്തെ ജുസ്. ഓക്കെ. ഇനി
നമുക്കറിയാവുന്നതാണ് ഇനി പറയുന്നതിൽ മുഅന്നസാക്കിയിട്ട് നൽകുന്നത് അൽ ഊല, അസാനിയത്തു, അസാലിസത്തു എന്നൊക്കെ പറയുന്നത് അറൂദിനെ സംബന്ധിച്ചു കൊണ്ടാണ്. അൽ അവ്വലു, അസാനി, അസാലിസ് എന്നൊക്കെ മുദക്കറാക്കി പറയുന്നത് ലൊർബിനെ സംബന്ധിച്ചാണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും അൽ ഊല ആദ്യത്തെ അറൂദ് താമ്മത്തുൻ, അതിന് യാതൊരു കുഴപ്പവുമില്ലാത്ത പൂർണ്ണമായിട്ടു തന്നെ എല്ലാ ജുസ്ഉകളും പരിപൂർണമായിട്ടുള്ളതിനെ കുറിച്ചാണ് നമ്മൾ താമ്മത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലൂല താമ്മത്തുൻ ആദ്യത്തേത് താമ്മത്താണ്. വലഹ ലൊർബാനി, ഇങ്ങനെ വരുന്ന താമ്മത്തായിട്ട് വരുന്ന അറൂദിനോടൊപ്പം 2 രൂപത്തിൽ ലൊർബ് വരുന്നതാണ്. ഓക്കെ, അൽ അവ്വലു മിസ്ലുഹ, ആദ്യത്തെ ലൊർബിൻ്റെ രൂപം അത് ഏതുപോലെ തന്നെയായിരിക്കും, അറൂദിനെ പോലെ തന്നെ താമ്മത്തായിരിക്കും. വ ബൈത്തുഹു, അതിൻ്റെ ബൈത്തൊന്ന് ശ്രദ്ധിക്കുക. ദാറുല്ലി സൽമ ഇദ് സുലൈമാ ജാറത്തുൻ ഖഫറുൻ തറാ ആയാതിഹാ മിസ്ലസ്സുബുർ. ഓക്കെ, അപ്പോൾ ഇത് മുസ്തഫ്ഇലുൻ എന്ന് 6 പ്രാവശ്യം പറഞ്ഞത് എല്ലാം അറൂദായാലും ദൊർബായാലും താമ്മത്തായിട്ടുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തഖ്തീ ചെയ്ത് നോക്കിയാൽ ആദ്യമായിട്ട് ദാറുല്ലിസൽ, ഈ ദാറുല്ലിസൽ എന്ന് വരെയുള്ള ഭാഗം അതാണ് ആദ്യത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ളത്. ഇനി രണ്ടാമത്തത് മാഇദ് സുലൈ. ഓക്കെ, മാഇദ് സുലൈ എന്നുള്ളത് വരെയുള്ള ഭാഗമാണ് രണ്ടാമത്തെ മുസ്തഫ്ഇലുൻ. ഓക്കെ, ഇനി മാ ജാറത്തുൻ എന്നുള്ളതാണ് മൂന്നാമത്തെ മുസ്തഫ്ഇലുൻ എന്ന് വരുന്നത്. അറൂദിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഖഫറുൻ തറ, ഈ ഖഫറുൻ തറ എന്നുള്ളതാണ് നാലാമത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ളത്. ആയാതിഹ എന്നുള്ളതാണ് 5ാമത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മിസ്ല സുബുർ എന്നുള്ളതാണ് അവസാനത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ളത്. അറൂദിലോ ലൊർബിലോ ഒരു സിഹാഫും സംഭവിക്കാത്തതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഇങ്ങനെ താമത്തായിട്ട് വരുന്ന അറൂദിനോടൊപ്പമുള്ള ലൊർബിൻ്റെ രണ്ടാമത്തെ രൂപം അസാനി മഖ്തൂഉൻ, ഖത്അ ബാധിച്ചതായിരിക്കും. ഓക്കെ, ഖത്അ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഹദ്ഫു സാക്കിനിൽ വത്തതിൽ മജ്മൂഇ വ തസ്കീനു മാ ഖബ്ലഹു, അതായത് മുസ്തഫ്ഇലുൻ എന്നുള്ളതിലുള്ള അവസാനത്തെ സാക്കിനുൽ വത്തതിൽ മജ്മൂ, അവസാനത്തെ ഐലുൻ എന്നുള്ളതിലെ നൂനിനെ കളഞ്ഞ് അതിന് മുമ്പുള്ള ലാമിന് സുക്കൂൻ നൽകുന്നതിനെ കുറിച്ചാണ്. മുസ്തഫ്ഇൽ എന്ന് മഫ്ഊലുൻ എന്നുള്ള വസിനിൽ വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖത്അ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ മഫ്ഊലുൻ എന്ന് ലൊർബ് വന്നിട്ടുള്ള ഒരു ഉദാഹരണമാണ് അടുത്തത്. അസാനി മഖ്തൂഉൻ വ ബൈത്തുഹു, അതിൻ്റെ ബൈത്തൊന്ന് ശ്രദ്ധിക്കുക. അൽ ഖൽബു മിൻഹാ മുസ്തരീഹുൻ സാലിമുൻ വൽ ഖൽബു മിന്നി ജാഹിദുൻ മജ്ഹൂദുൻ. ഓക്കെ, അപ്പോൾ ഇതുകൂടി നമുക്കൊന്ന് തഖ്തീ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് അൽ ഖൽബു മിൻ. ഓക്കെ, അൽ ഖൽബു മിൻ എന്നുള്ളത് വരെയുള്ളത് നോക്കിയാൽ നമുക്ക് മുസ്തഫ്ഇലുൻ എന്ന് പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഹാ മുസ്തരി. ഓക്കെ, ഹാ മുസ്തരി എന്ന് വരെയുള്ള ഭാഗത്താണ് അടുത്ത മുസ്തഫ്ഇലുൻ എന്ന് വരുന്നത്. ഹുൻ സാലിമുൻ എന്നുള്ള ഇടത്താണ് മൂന്നാമത്തെ മുസ്തഫ്ഇലുൻ എന്ന് വരുന്നത്. അറൂദിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വൽ ഖൽബു മിൻ. ഓക്കെ, അൽ ഖൽബു മിൻ അതായത് മിന്നി എന്നുള്ള ഇടത്തെ ഷദ്ദുള്ള നൂനിൻ്റെ ആദ്യത്തെ നൂന് കൂടി ഉൾപ്പെട്ടതായിരിക്കും ആ നാലാമത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വൽ ഖൽബു മിൻ എന്നുള്ളത് വരെ ആദ്യത്തെ മുസ്തഫ്ഇലുൻ. അത് കഴിഞ്ഞിട്ട് നീ ജാഹിദുൻ. ഓക്കെ, നീ ജാഹിദുൻ എന്ന് വരെയുള്ളത് 5ാമത്തെ മുസ്തഫ്ഇലുൻ എന്നായിരിക്കും. പിന്നെ അവസാനം മജ്ഹൂദുൻ എന്നാണുള്ളത്. അവിടെ മഫ്ഊലുൻ എന്ന രൂപത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. മുസ്തഫ്ഇലുൻ എന്നുള്ളതിൽ ഖത്അ ബാധിച്ചതിനുള്ള ഉദാഹരണമാണ് അത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും നമ്മൾ റജസ് എന്നുള്ള ബഹറിലെ ആദ്യത്തെ അറൂദും അതിൽ വരുന്ന 2 ലൊർബുകളും പഠിച്ച് മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ അറൂദ് അതാണ് പറയുന്നത് അസാനിയത്തു. രണ്ടാമത്തെ അറൂദ് മജ്സൂഅത്തുൻ, അത് മജ്സൂഅത്തായിരിക്കും. മജ്സൂഅത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആദ്യത്തെയും രണ്ടാമത്തെയും ഇസ്രായേലിലെ അവസാനത്തെ ജുസ് കളയപ്പെട്ടതായിരിക്കുമെന്നർത്ഥം. സ്വഹീഹത്തുൻ, അത് തന്നെ സ്വഹീഹത്തായിരിക്കും. അതായത് പിന്നീട് ബാക്കിയുള്ള അറൂദിലും ലൊർബിലും യാതൊരു തരത്തിലുള്ള സിഹാഫോ ഇല്ലത്തോ ഒന്നും വന്നിട്ടുണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഇങ്ങനെ വരുന്ന
അതായത് മുസ്തഫ്ഇലുൻ എന്ന് വരുന്ന ഒരു അറൂലുണ്ട്. ആ അറൂലിനോടൊപ്പം വരുന്ന ലൊർബ് എങ്ങനെയായിരിക്കും? ലൊർബുഹ മിസ്ലുഹ, അതിൻ്റെ ലൊർബും അതുപോലെ തന്നെയായിരിക്കും, യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഓക്കെ. ബൈത്തുഹു, ഇനി അതിൻ്റെ ബൈത്തൊന്ന് നോക്കാം. ഖദ് ഹാജ ഖൽബി മൻസിലുൻ മിൻ ഉമ്മി അംരിൻ മുഖ്ഫിറുൻ. ഓക്കെ, മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു ബൈത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഖദ് ഹാജ ഖൽ എന്ന് വരെയുള്ള ഭാഗം ആദ്യത്തെ മുസ്തഫ്ഇലുൻ എന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ബി മൻസിലുൻ എന്നുള്ളത് രണ്ടാമത്തെ മുസ്തഫ്ഇലുൻ. ഓക്കെ, മൂന്നാമത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ളത് കളയപ്പെട്ടിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ മജ്സൂഅത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മിൻ ഉമ്മി അം എന്ന് വരെയുള്ള ഭാഗത്ത് മൂന്നാമത്തെ മുസ്തഫ്ഇലുൻ എന്ന് വരുന്നതാണ്. ഓക്കെ, അതും കഴിഞ്ഞിട്ട് റിൻ മുഖ്ഫിറുൻ എന്നുള്ളിടത്ത് നാലാമത്തെ മുസ്തഫ്ഇലുൻ എന്നും വരുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അതായത് ബാക്കിയുള്ള അറൂലായാലും ലൊർബായാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലാതെ സിഹാഫോ ഇല്ലത്തോ ഇല്ലാതെയാണ് ഈ ഒരു ബൈത്ത് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് മനസ്സിലാക്കാനുള്ളത് മൂന്നാമത്തെ രൂപത്തിലുള്ള അറൂലാണ്. ഓക്കെ, അസാലിസത്തു മഷ്തൂറത്തുൻ. ഓക്കെ, മഷ്തൂറത്തായിട്ട് വരുന്ന അറൂലായിരിക്കും. മഷ്തൂർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതായിരിക്കും. മഷ്തൂർ എന്ന് പറഞ്ഞാൽ മാ ദഹബൻ നിസ്ഫു മിനൽ ബൈത്തി. ഓക്കെ, ഒരു ബൈത്തിൽ നിന്നും അതിൻ്റെ പകുതി ഭാഗം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് നമ്മൾ മഷ്തൂറത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മുസ്തഫ്ഇലുൻ എന്നുള്ളതിൽ 6 മുസ്തഫ്ഇലിൽ നിന്നുള്ള ജുസ് ആണല്ലോ ഉള്ളത്. അതിൻ്റെ പകുതി ഭാഗവും നഷ്ടപ്പെട്ട, അതായത് മുസ്തഫ്ഇലുൻ എന്ന് 3 ജുസ്ഉകൾ മാത്രമുള്ള ബൈത്തിനെ കുറിച്ചാണ് നമ്മൾ മഷ്തൂറത്തുൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു രൂപവും റജസ് എന്നുള്ള ബഹറിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത വഹിയ, അവിടെ കാണുന്ന അറൂല് തന്നെയായിരിക്കും ലൊർബും ആകുന്നത് എന്നർത്ഥം. കാരണം ഒരൊറ്റ മിസ്റാ മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. അതിലെ അവസാനത്തെ ജുസ്ഇനെ കുറിച്ച് തന്നെ നമുക്ക് അറൂല് എന്നും ലൊർബ് എന്നും പറയാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ബൈത്തുഹു ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു ബൈത്താണ് അടുത്തത്. മഹാജ അഹിസാനൻ വശജ്വൻ ഖദ് ഷജ എന്നുള്ളത്. ഓക്കെ, അതായത് മുസ്തഫ്ഇലുൻ എന്നുള്ള രൂപത്തിലായിരിക്കും ഈ ഒരു ബൈത്ത് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും അതിനൊന്ന് പരിശോധിക്കുമ്പോൾ മാഹാജ അഹ് എന്നുള്ളത് വരെയുള്ള ഭാഗം ഇതായിരിക്കും ആദ്യത്തെ മുസ്തഫ്ഇലുൻ എന്ന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സാനൻ വഷജ്. ഓക്കെ, സാനൻ വഷജ് എന്നുള്ളതായിരിക്കും രണ്ടാമത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ളത്. പിന്നെ മൂന്നാമത്തേത് വൻ ഖദ് ഷജ എന്നുള്ളതായിരിക്കും മൂന്നാമത്തെ മുസ്തഫ്ഇലുൻ എന്നുള്ളത്. അതോടുകൂടെ അത് പൂർണ്ണമാകും എന്നർത്ഥം. ഓക്കെ, ഇനി നാലാമത്തെ അറൂലിനെ കുറിച്ചാണ്. അറാബിഅത്തു മൻഹൂക്കത്തുൻ. ഓക്കെ, മൻഹൂക്കത്ത് എന്ന് പറഞ്ഞാൽ മഷ്തൂറത്തിൻ്റേത് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ്. മൻഹൂക്കത്ത് എന്ന് പറഞ്ഞാൽ മാ ദഹബ മിനൽ ബൈത്തി സുലുസാഹു. ഓക്കെ, ഒരു ബൈത്തിൽ നിന്നും അതിൻ്റെ 2/3 ഭാഗവും പോയ, 3/2 ഭാഗവും നഷ്ടപ്പെട്ടു പോയ ബൈത്തിനെ കുറിച്ചാണ് നമ്മൾ മൻഹൂക്കത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റജസ് എന്ന് പറഞ്ഞാൽ മുസ്തഫ്ഇലിൽ നിന്ന് 6 പ്രാവശ്യം പറയുന്നതാണ്. ഓക്കെ, അതിലുള്ള 2/3 നഷ്ടപ്പെട്ടാൽ, 4 മുസ്തഫ്ഇലിൽ നിന്നും നഷ്ടപ്പെട്ടാൽ പിന്നെ 2 മുസ്തഫ്ഇലിൽ നിന്ന് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അതിനെക്കുറിച്ചാണ് നമ്മൾ മൻഹൂക്കത്തുൻ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ വഹിയൽ ലൊർബു, ആ അത്തരത്തിൽ വരുന്ന അറൂല് തന്നെയായിരിക്കും അതിലെ ലൊർബുമായിട്ട് മാറുന്നത്. ബൈത്തുഹു ഇങ്ങനെ മൻഹൂക്കത്തായിട്ട് വന്നിട്ടുള്ള ബൈത്താണ് അടുത്തത്. യാ ലൈതനി ഫീഹാ ജദ എന്നാണ് ആ ബൈത്തുള്ളത്. മുസ്തഫ്ഇലുൻ എന്ന് മാത്രമേ നമുക്കിതിൽ കാണാൻ സാധ്യമായിട്ടുള്ളൂ. ഏതായാലും യാ ലൈതനി എന്ന ആദ്യത്തെ ആ ഒരു വാചകമാണ് ആദ്യത്തെ മുസ്തഫ്ഇലുൻ എന്ന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫീഹാ ജദ എന്നുള്ളതാണ് രണ്ടാമത്തെ മുസ്തഫ്ഇലുൻ എന്ന് വരുന്നത്. അതോടുകൂടെ ഈ ഒരു ബൈത്ത് പൂർണ്ണമാകുന്നുവെന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇതോടുകൂടെ നമ്മൾ ഈ റജസ് എന്നുള്ള ബഹറിലെ 4 അറൂലുകളും 5 ലൊർബുകളും മനസ്സിലാക്കി. ഇനി ഇതനുസരിച്ചിട്ട് അതിന് താഴെയുള്ള ബൈത്തുകളൊന്ന് തഖ്തീഅ ചെയ്തിട്ട് അതിലുള്ള സിഹാഫ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണുള്ളത്. ബയ്യിൻ ബഹ്റ ഹാദിഹിൽ അബയാത്തി വഖത്തിഅഹ. ഓക്കെ, അതൊന്ന് വായിക്കാം. സീറു മഅൻ ഫഇന്നമാ മിഅദുകും ബത്നു അഖീഖിൻ ഔ മസീലുൽ വാദി. ഓക്കെ, രണ്ടാമത്തേത് മനാസിലുൻ ആലിഫ്തുഹാ വ താലമ അമർതു
അമർത്തുഹാ മഅൽ ഹിസാനി ഫീ ദഅഹ്. ഓക്കെ, ഇനി മൂന്നാമത്തത് ഖദ് അഖ്ഫറത് മനാസിലുൻ കഅന്നഹുന്ന ആഹിലുൻ. ഓക്കെ, നാലാമത്തത് മാലാക മിൻ ശൈഖിക ഇല്ലാ അമലു ഇല്ലാ റസീമുഹു വ ഇല്ലാ റാമലു. ഓക്കെ, അപ്പോൾ ഈ 4 ബൈത്തുകൾ കൂടി നിങ്ങളൊന്ന് തഖ്തീഅ് ചെയ്തിട്ട് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഏതായാലും അതിന് താഴെയായിട്ട് നമുക്ക് ഈ റജസ് എന്നുള്ള ബഹറിൽ വരുന്ന സിഹാഫുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നോക്കുക. സിഹാഫുഹു അൽ ഖബനു. ഓക്കെ, ആദ്യമായിട്ട് ഖബന് എന്നുള്ള സിഹാഫിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഖബൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു സാനി സാക്കിൻ. ഓക്കെ, രണ്ടാമത്തെ സാക്കിനായിട്ടുള്ള ഹർഫിനെ കളയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖബന് എന്ന് പറയുന്നത്. അതായത് മുസ്തഫ്ഇലുൻ എന്നുള്ളത് മുതഫ്ഇലുൻ എന്നായിട്ട് മഫാഇലുൻ എന്നുള്ള വസിനിൽ വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖബന് എന്ന് പറയുന്നത്. ഏതായാലും അറൂദിലും ലൊർബിലും അല്ലാതെ ഈ ഖബന് വന്ന ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നർത്ഥം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. وطالما 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 سقى بكفي خالد وأطعما. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് തഖ്തീഅ ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ തോലമ എന്നുള്ളത് ഓക്കെ വത്തോലമ എന്നുള്ളതാണ് ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വത്തോലമ എന്നുള്ളതാണ് ആദ്യത്തെ മഫാഇലുൻ എന്ന് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ വത്തോലമ എന്നുള്ളതും മഫാഇലുൻ, മൂന്നാമത്തെ വത്തോലമ എന്നുള്ളതും മഫാഇലുൻ എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മിസ്രയിൽ സഖാബികഫ് എന്നുള്ളത് ഒന്നാമത്തെ മഫാഇലുൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫി ഖാലിദിൻ എന്നുള്ളത് രണ്ടാമത്തെ മഫാഇലുൻ, വ അത്അമ എന്നുള്ളത് മൂന്നാമത്തെ മഫാഇലുൻ. ഓക്കെ, അപ്പോൾ അതിലുള്ള എല്ലാ മുസ്തഫഇലുൻ എന്നുള്ള ജുസ്ഉം മഫാഇലുൻ എന്ന് സിഹാഫ് ഖബന് സംഭവിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അല്ലേ. ഇനി രണ്ടാമത്തെ സിഹാഫ് പറയുന്നത് ത്വയ്യിനെ കുറിച്ചാണ്. ഓക്കെ, ത്വയ്യ് എന്ന് പറഞ്ഞാൽ ഹദ്ഫുർ റാബിഉ സാക്കിൻ. ഓക്കെ, മുസ്തഫ്ഇലുൻ എന്നുള്ളത് എന്തായിട്ട് മാറുന്ന മുസ്തഇലുൻ മുഫ്തഇലുൻ എന്ന വസനിലേക്കാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ ത്വയ്യ് എന്ന് പറയുന്നത്. അതിൻ്റെ ബൈത്തൊന്ന് നോക്കിയാൽ മാ വലദത് വാലിദത്തുൻ മിൻ വാലദിൻ അക്രമ മിൻ അബ്ദി മനാഫിൻ ഹാസബൻ എന്നാണല്ലോ. ഏതായാലും ഇവിടെ മാ വലദത്ത് എന്നുള്ളത് നമുക്ക് എന്ത് കാണാം? മുഫ്തഇലുൻ എന്ന് കാണാവുന്നതാണ്. വാലിദത്തുൻ എന്നുള്ളതും മുഫ്തഇലുൻ. ഓക്കെ, മിൻ വാലദിൻ എന്നുള്ളതും മുഫ്തഇലുൻ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അക്രമമിൻ എന്നുള്ളതും മുഫ്തഇലുൻ എന്ന് കാണാം. അബ്ദി മനാ എന്നുള്ളതും മുഫ്തഇലുൻ എന്ന് കാണാം. ഫിൻ ഹാസബൻ എന്നുള്ളതും മുഫ്തഇലുൻ എന്ന് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വ്യക്തമായെന്ന് തോന്നുന്നു. ഇനി മൂന്നാമത്തെ സിഹാഫ് വൽ ഖബലു. ഖബലാണ് ഈ റജസി എന്നുള്ള ബഹറിൽ വരുന്ന മൂന്നാമത്തെ സിഹാഫായിട്ട് പറയുന്നത്. ഖബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച ഖബിനും ത്വയ്യും കൂടെ ചേർന്നതാണെന്ന് നമുക്കറിയാം. അതായത് മുസ്തഫ്ഇലുൻ എന്നുള്ളത് മുതഇലുൻ എന്നായിട്ട് മാറുന്ന, അതായത് ഫഇലത്തുൻ എന്ന വസനിലേക്കായി മാറുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖബല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫഇലത്തുൻ 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 എന്നുള്ള ഒരു രൂപത്തിലായിരിക്കും ഇനിയുള്ള ബൈത്ത് വരുന്നത് എന്നർത്ഥം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വസിഖലിൻ മനഅ ഖൈറ ത്വലബിൻ വഅജലിൻ മനഅ ഖൈറ തുഅദാഹ്. ഓക്കെ, ഇങ്ങനെയാണ് ആ ബൈത്ത് ഉള്ളത്. ഏതായാലും ആദ്യമായിട്ടുള്ള വസിഖലിൻ എന്നുള്ളിടത്ത് ആദ്യത്തെ ഫഇലത്തുൻ എന്നും മനഅ ഖൈ എന്നുള്ളിടത്ത് രണ്ടാമത്തെ ഫഇലത്തുൻ, അത് കഴിഞ്ഞിട്ട് ത്വലബിൻ എന്നുള്ളിടത്ത് മൂന്നാമത്തെ ഫഇലത്തുൻ എന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മിസ്രയിൽ വഅജലിൻ എന്നുള്ളിടത്ത് നാലാമത്തെ ഫഇലത്തുൻ, മനഅ ഖൈ എന്നുള്ളിടത്ത് അഞ്ചാമത്തത്, തുഅദഹ് എന്നുള്ളിടത്ത് ആറാമത്തെ ഫഇലത്തുൻ എന്ന് നമുക്ക് വായിച്ചെടുക്കാമെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് സിഹാഫായിട്ട് കിതാബിൽ പറയുന്നത് ഖത്അ എന്നുള്ളതാണ്. ഓക്കെ, ഈ ഖത്അ എന്നുള്ളത് സത്യത്തിൽ സിഹാഫായിട്ടല്ല, ഈ താഴെ കൊടുക്കേണ്ട ഒരു ബൈത്തായിട്ടല്ല വന്നിട്ടുള്ളത്. മറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള രണ്ടാമത്തെ ആ രൂപമുണ്ടല്ലോ, അതായത് അറൂദിന് യാതൊരു കുഴപ്പവുമില്ലാതെ വരികയും അറൂദ് താമാവുകയും എന്നാൽ ലൊർബ് മഖ്തു ആവുകയും ചെയ്യുന്ന അതേ ഉദാഹരണം തന്നെയാണ് ഇവിടെ ഖത്അ ആയിട്ട് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം ഖത്അ എന്ന് പറഞ്ഞാൽ മുസ്തഫ്ഇലുൻ എന്നുള്ളത് മഫ്ഊലുൻ എന്നാകുന്നതാണ്. ഓക്കെ, ആ ബൈത്തും നമുക്ക് നോക്കാം. ലാ ഖൈറ ഫീ മൻ കഫ അന്നാ ശർറഹു ഇൻ കാന ലാ യുർജാ ലിയൗമിൻ ഖൈരിൻ. ഓക്കെ,
ഏതായാലും അത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കിയാൽ ലാ ഖൈറ ഫീ എന്നുള്ളിടത്തും മൻ കഫ അൻ എന്നുള്ളിടത്തും നാ ശർറഹു എന്നുള്ളിടത്തും ഇനി ശേഷം ഒരു വാവ് കൂടി സങ്കല്പിക്കണം. ഈ മൂന്നിടത്തും നമുക്ക് മുസ്തഫ്ഇലുൻ എന്ന് പൂർണ്ണമായിട്ട് തന്നെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മിസ്റായിൽ ഇൻ കാന ലാ എന്നുള്ളിടത്ത് യുർജാലിയൗ എന്നുള്ളിടത്തും മുസ്തഫ്ഇലുൻ എന്ന് പൂർണ്ണമായിട്ടും കാണാം. ഇനി അവസാനത്തെ ആ ഭാഗത്ത് മാത്രമാണ് മീ ഖൈരി എന്നുള്ളിടത്ത് ആ മീമ് ഒന്നുകൂടി നീട്ടണം. ഓക്കെ, അങ്ങനെയായാൽ മാത്രമേ അവിടെ നമുക്ക് രീതി ശരിയാവുകയുള്ളൂ. ഏതായാലും മീ ഖൈരി എന്നുള്ളിടത്ത് മാത്രമാണ് അവിടെ സിഹാഫ് സംഭവിച്ചതായിട്ട് ഖത്അ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. മഫ്ഊലുൻ എന്നുള്ള രൂപത്തിലാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇവിടെ ലൊർബിലും അറൂദിലും അല്ലാത്ത ഭാഗങ്ങളിൽ ഒരു സിഹാഫോ ഇല്ലത്തോ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് സത്യത്തിൽ നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ തന്നെ ഉദാഹരണമാണ്. ഓക്കെ, ഇവിടെ മാറിക്കൊടുത്തതാണ് എന്നർത്ഥം. ഓക്കെ, അതുകൂടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.